ഹലോ ഗൈസ്, 2 ദിവസത്തെ പെരുന്നാൾ ക്ഷീണമായിട്ട് പിടിച്ച് പെരയിരിക്കുമ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു സദ്യ വേണം വെച്ച് പോരനെ ചോദിച്ചാൽ പിന്നെ ഒന്നും കൽപ്പിച്ചില്ല. കര ബാക്കിൽ ചാടി കയറി പോകട്ടെ. ചാടി കയറിയപ്പോൾ പൊട്ടക്കൻ്റെ പിന്നെ തൊളയുടെ അവസ്ഥ കേട്ടോ. നല്ല കൊട്ടം വെയിലിക്കന്നോട് മഴ ആവുന്നു പോരെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ വണ്ടി കയറി സൺസ്ക്രീൻ ഇടാനും പറഞ്ഞു. നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ജ്യൂസോ വെള്ളം വാങ്ങി തരുന്ന പോരില്ല. പിന്നെ പാവല്ലേ, അവർക്ക് കുറച്ച് ജ്യൂസും വാങ്ങിയിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. ഓനെ പണിക്കാൻ പാടില്ലല്ലോ, പണിക്ക് നമുക്ക് പണി കിട്ടേ. അങ്ങനെ നമ്മൾ നേരെ കൊണ്ടോട്ടിൽ പിന്നെ സമാധാനം റെഡിയാക്കാനോട് ചോദിക്കണ്ടേ എത്താനായി അപ്പം ഇക്കനാണ് പൊന്നാരം മുത്തച്ച് സബൂറായിട്ടിരിക്കും. ഇപ്പം എത്താനാണ് ഒരു കുന്നിൻ്റെ മുളക്കാട്ട് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ മനുഷ്യൻ്റെ കല്യാണത്തിനാണോ കൊണ്ടുപോകുന്നത്. അപ്പോൾ കല്യാണം ആയതെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മളെ കന്നെ ചങ്കൻ്റെ കല്യാണം. എനിക്ക് നാട്ടിലെവിടെ ഓഡിറ്റോറിയം കിട്ടി, കുന്നിൻ്റെ മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ നമ്മളെല്ലാവരും കയറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ രണ്ടാളും കുന്ന് കയറിയിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ട്രൈറ്റ് ഉള്ള റോഡല്ല, ഇതിൻ്റെ കുന്നെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കുന്നാട്ടോ കേസ്. ഞാൻ വേറെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്തുതരാം. അങ്ങനെ ഞങ്ങൾ രണ്ടും പറഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ചെറിയൊരു ചമ്മലും കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഇവിടെ വേറെ ആരും പരിചയമൊന്നുമില്ല. കാരണം 2-3 ഫ്രണ്ട്സിന് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഇവർ ഈ നാട്ടുകാരാണേ, നമ്മൾ വേറെ നാട്ടുകാരും. ഇതിപ്പോൾ അതിലല്ല നമ്മൾ. പക്ഷേ നാട്ടുകാരേതായാലും നമ്മളൊരു പരിപാടിക്ക് വിളിച്ചപ്പോൾ നേരത്തെ കാലത്തിൽ എത്തണമല്ലോ, അതാണ് നമ്മളെ പോളിസി. അപ്പോൾ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് നോക്കാൻ ഞാൻ മറന്നിട്ടുണ്ട്. കാരണം നമ്മളെ ശ്രദ്ധ അറിയില്ലെന്നല്ല വേറെ ആയിരുന്നു. അച്ഛനും അമ്മനൊക്കെ സംസാരിക്കുമ്പോൾ ഓഡിറ്റോറിയത്തിലെത്തി പത്താ നിൽക്കണം നമ്മളെ ചെക്കനും പെണ്ണ്. എന്തായാലും ചെക്കൻ കുറേ കാലമായി പെണ്ണ് നോക്കണം, ഇപ്പോഴാണ് സെറ്റ് ആയതും. നടക്കട്ടെ. പിന്നെ ചെക്കൻ നമ്മളെ കണ്ടപ്പോൾ ഒന്ന് മാടി വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളൊന്നും നോക്കിയില്ല, കയറി ഫോട്ടോ ഒക്കെ എടുത്തിറങ്ങിയ. ഫോട്ടോ എടുത്തിറങ്ങിയപ്പോൾ ഭയങ്കര കട്ട പോസ്റ്റ് സംഭവം എന്താക്കുക. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി നമ്മൾ പോസ്റ്റ് അടിക്കേണ്ട അവസ്ഥയൊക്കെ. പിന്നെ അധികം നേരം കട ഇട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ ചമ്മിപ്പോയത്. ഫുഡ് നമ്മൾ സദ്യ പ്രതീക്ഷിച്ച് വന്ന് നമുക്ക് കിട്ടിയതോ നല്ല ചിക്കൻ ബിരിയാണി. നമ്മൾ ഏതിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല. നന്നാക്കി ചിക്കൻ ബിരിയാണി അങ്കൃതം വാരി തന്നു. പിന്നെ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴോ ചെക്കന്മാരെ ഡാൻസും പാട്ടൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ബാൻഡ് ഇട്ടുണ്ടായിരുന്നു. ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ വളർത്താൻ കഴിയില്ലല്ലോ, നമുക്ക് കിട്ടിയതൊക്കെ ആട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇറക്കത്തിൻ്റെ ഇറക്കം കയറ്റത്തിൻ്റെ ഇറക്കം അങ്ങനെ നമ്മൾ കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരം പ്രത്യേകിച്ച് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടില്ല നമ്മളെ മുസ്ലിംകാരിലുള്ള കൊട്ടാരം കേട്ടോ. പിന്നെ അവിടുന്ന് പോരും നമ്മൾ നാരങ്ങ സോഡയും ജീരക സോഡയും 2 കിലോ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അതൊന്നും ഇതിൽ കാണുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുത്ത് വലിയൊരു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് വീഡിയോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോഴോ ആകെ കുഴങ്ങി മറിഞ്ഞിട്ട് എൻ്റെ മുഖം കണ്ടില്ല നിങ്ങൾ. ആകെ വെയിൽ കൊണ്ട കരിവാളിപ്പം മാറാണ്ട് ഇക്ക വീട്ടിൽ നല്ലൊരു മുട്ട മണിയുണ്ട്. കാരണം പോകുമ്പോൾ അലക്കിട്ട് ചിക്കിട്ട് ഡ്രസ്സിന് പറഞ്ഞ് മഴ പെയ്യും എടുത്ത് വെച്ചാന്ന് പറഞ്ഞ ശേഷം ഒക്കെ എടുത്ത് വെച്ച് വന്നതിന് ശേഷം മുഴുവനും ചിക്കിട്ട് തന്നെ നേരെ കുട്ടിമാമ ചതിക്കല്ല മാമാനപ്പം വലിയ മുത്തേജ് പോയി കിടന്നുറങ്ങി. കാരണം മാമനെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ പോകണം ഗൈസ്. അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.